ലോക ചാപ്റ്റർ 1 ചന്ദ്ര 25-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഒരു മാസം പിന്നിടാനൊരുങ്ങുകയാണ് ഇനി ഈ സിനിമ. ഒരു മാസം പിന്നിടുമ്പോഴത്തേക്ക് 300 കോടിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് 25-ാം ദിനത്തിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു ബുക്കിംഗ് കാണാൻ കഴിയുന്നു. മോർണിംഗിൽ തന്നെ സിനിമയ്ക്ക് മികച്ച രീതി തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഞായറാഴ്ച അതൊരു സൂപ്പർ സൺഡേ ആയി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നലെ രാത്രി തൃശ്ശൂർ എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായിരുന്നു. തൃശ്ശൂരിലെ സെക്കൻഡ് ഷോകൾ ജോസ്, ഗാനം, രാംദാസ്, കൈരളി, ഗിരിജ, ഫൺ സിനിമാസ് എല്ലാ സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ തൂക്ക് തന്നെയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതെ, അത് തന്നെയാണ് നമുക്ക് വേണ്ടിയിരുന്നതും. GCC രാജ്യങ്ങളിലും സിനിമയ്ക്ക് മികച്ച ഒരു കളക്ഷൻ വരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ വന്നു. എന്താണേലും സിനിമ എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കരമായിട്ടുള്ള കൊടൂരമായിട്ടുള്ള ഒരു കളക്ഷൻ, ഹെവി അല്ലെങ്കിൽ സ്റ്റഡി ഗ്രോത്താണ് സിനിമയ്ക്കുള്ളത്. 3-ാം വാരം കഴിഞ്ഞ് 4-ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ സിനിമയ്ക്ക് 300-ന് മുകളിലുള്ള സ്ക്രീനുകളാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇതിനകത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഇന്നലത്തെ കളക്ഷൻ എവിടെ വരെയാണ് എന്നുള്ള കാര്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. 1222 ഷോകളിൽ നിന്ന് ഫൈനലായി വിറ്റുപോയത് 1,47,000 മുകളിലുള്ള ടിക്കറ്റുകളാണ്. 44% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 2,40,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം. അതായത് 2,75,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ കളക്ഷൻ വന്നത്. നമ്മൾ അതൊരു 3 കോടിയിലേക്കാണ് എക്സ്പെക്ട് ചെയ്തെങ്കിലും അവിടെ ഒരു ഇടിവാണ് നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും. പക്ഷേ സിനിമ ഇതിനോടകം തന്നെ കേരളത്തിൽ 101.5 കോടിയോളമാണ് നേടിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഞായറാഴ്ച അഡ്വാൻസ് കളക്ഷനിലൂടെ മാത്രം സിനിമ നേടിയിരിക്കുന്നത് 1,38,00,000 രൂപയോളമാണ്. അതൊരു സൂപ്പർ സംഭവം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ശ്രീനാരായണ ഗുരു സമാധി ദിനമാണ് ഇന്ന്. നമുക്ക് 1,179 ഷോകൾ ഈ ഒരു സമയം വരെ ട്രാക്ക് ചെയ്തപ്പോൾ 81,800 ടിക്കറ്റുകളാണ് മോർണിംഗിൽ തന്നെ അല്ലെങ്കിൽ വെളുപ്പിനെ തന്നെ വിറ്റുപോയിരിക്കുന്നത്. 25% ഒക്യുപ്പൻസിയിൽ. ഇന്നും പ്രതീക്ഷിക്കുകയാണ് 3 കോടി എന്നുള്ള. അങ്ങനെയാണെങ്കിൽ ഈ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5.5-6 കോടിക്ക് അടുത്ത് സിനിമ നേടുമെന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ 105 കോടിയിലേക്ക് അല്ലെങ്കിൽ 104 കോടിയിലേക്ക് എത്തുന്ന ഒരു കളക്ഷൻ നമുക്ക് കാണാൻ കഴിയും. വേൾഡ് വൈഡായിട്ട് സിനിമ 270 കോടിക്ക് ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു. 265 കോടി എന്നുള്ള ആ ഒരു റെക്കോർഡും തകർത്തുകൊണ്ട് സിനിമ പോകുന്നു. ശനിയാഴ്ചത്തെ മാത്രം കളക്ഷനായി സിനിമയ്ക്ക് 8 കോടിയോളമാണ് വേൾഡ് വൈഡായിട്ട് പ്രതീക്ഷിക്കുന്നത്. എന്താണേലും ഞായറാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് സിനിമ ഒരു 10 കോടിയാണ് ഞായറാഴ്ചത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഫൈനലായിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അത് നോക്കാം. എന്താണേലും വലിയ രീതിയിലുള്ള ഒരു കളക്ഷനാണ് ശനി ഞായർ ദിനങ്ങളിൽ സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഇനിയുള്ള പൂജ ഹോളിഡേയ്സ് ലക്ഷ്യം വെച്ച് സിനിമ കുതിക്കുമ്പോൾ തീർച്ചയായിട്ടും 118 കോടി എന്നുള്ളത് വരുന്ന ശനി ഞായറോടെ തീരും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഞായറാഴ്ച നമുക്ക് 3 കോടി ലഭിക്കുകയാണെങ്കിൽ പോലും 104 കോടിയാണ്. പിന്നീട് വേണ്ടത് 14 കോടിയാണ്. ഈ ഒരു വീക്കെൻഡിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു 6 കോടിക്ക് അടുത്തുള്ള കളക്ഷൻ വരാം. പിന്നെ ശനി ഞായർ കൂടി വരുമ്പോഴത്തേക്ക് 8-10 കോടിയിലേക്ക് വരുമെന്നുള്ളതാണ്. പിന്നീടുള്ളത് നമുക്ക് അതിനിടയിലുള്ള ഹോളിഡേയ്സ് കൂടെ കൂട്ടുമ്പോൾ തീർച്ചയായും 118 കോടി ശനി ഞായറോടെ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ കാത്തിരിക്കുകയാണ്. ഇവിടെ ഹെവി തൂക്കാണ്. 60 ലക്ഷം ടിക്കറ്റുകളിലേക്ക് സിനിമ എത്തുന്നു. 59,45,000 ടിക്കറ്റുകൾ വിറ്റുപോയതായി ഇതുവരെ പറയുന്നു. 37,800 ഷോകൾ കഴിഞ്ഞതായി പറയുന്നു. 61% ഓവറോൾ ഒക്യുപ്പൻസി വരുമ്പോൾ സിനിമയ്ക്ക് 4,500 മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസുകൾ ഇതുവരെ ട്രാക്കേഴ്സ് തന്നെ പറയുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങൾക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യാം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കേരള ബോക്സ് ഓഫീസിൽ എത്ര നേടും, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്ര നേടും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം.